മഹാഗണപതേ രക്ഷ. അനുഗ്രഹായ വിദ്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ വാസ്തു പ്രചോദയാത്. വാസ്തുപുരുഷനെ ബലമായി പിടിച്ചിരിക്കുന്ന 64 ദേവതമാരോടൊപ്പം ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരർതി, വരുണൻ, വായു, കുബേരൻ, ഈശൻ, ബ്രഹ്മൻ, അനന്തൻ, അപ്പോൾ ഇങ്ങനെ അഷ്ടദിക്പാലകന്മാരെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു ഭൂമിയിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ആ വസ്തു സംബന്ധമായി തിരഞ്ഞെടുക്കുമ്പോൾ ആ വസ്തുവിന് എന്ത് മാറ്റങ്ങളുണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന ഭൂമി വളരെ ഉന്നതമായ നിലയിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭൂമിയാണ്. കാര്യം എപ്പോഴും കിഴക്ക് വശത്തോട്ട് വെള്ളം ഒഴുകുന്നതും ശുഭലക്ഷണമാണെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഒരു സെന്റ് വസ്തു ആയാലും ആ വസ്തുവിനെ സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള ഒരു വാസ്തുപുരുഷന്റെ ആ ചിത്രം മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻ വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും കന്നിമൂലയിൽ, അത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ അടുക്കളയ്ക്കൊരിക്കലും സ്ഥാനമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു നിരർതി കോണാണ്. അവിടെ വസിക്കുന്ന ഒരു പാമ്പിന് കാർക്കോടകൻ എന്ന് പറയും. അപ്പം കാർക്കോടകവാസമുള്ള പൈശാചികമായ ശക്തി നിറഞ്ഞിരിക്കുന്ന കന്നിമൂല എപ്പോഴും ശുദ്ധമായിരിക്കണമെന്നുള്ളൊരു നിയമം കൊണ്ടാണ് ഇപ്പോൾ അതിനെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമാക്കി നിശ്ചയിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് അത് ആ ഭാഗത്ത് നമ്മൾ ഒരു പൂജാമുറി പണിഞ്ഞ് കന്നിമൂലയിൽ കന്നിമൂല ഗണപതി എന്ന് പറഞ്ഞ് സങ്കല്പിച്ചിട്ട് അവിടെ കന്നിമൂലയിലാണ് ഒരു പൂജാമുറി സ്ഥാപിക്കുന്നത്. അപ്പം അതിനുശേഷം അഗ്നിമൂല, ഈശാനമൂല തുടങ്ങിയ ഭാഗങ്ങളിലാണ് അടുക്കളയ്ക്ക് സ്ഥാനം മൂത്താശാരിമാർ കണ്ടിരുന്നത്. മൂത്താശാരിമാരാണ് ശരിക്കു പറയുകയാണെങ്കിൽ വാസ്തുവിൻ്റെ ആചാര്യന്മാർ. അവർ കോലളവ്, അതുപോലെ തന്നെ അങ്കുലം, ഇങ്ങനെയുള്ള യവം അനുസരിച്ചുള്ള കണക്കനുസരിച്ച് 64 കോല്, 84 കോല്, 74 കോല്, ഇങ്ങനെ കോലനുസരിച്ചുള്ള വീടായിരുന്നു അവർ പണിഞ്ഞിരുന്നത്. മൂത്താശാരിമാരാണ് ശരിക്കു പറഞ്ഞാൽ വാസ്തുവിൻ്റെ ആചാര്യന്മാർ. വിശ്വകർമാവ് അനുഗ്രഹിച്ച് നൽകിയ ആ ഒരു ജീവിത രീതി മൂത്താശാരിമാർക്കാണ് ഉണ്ടായിരുന്നത്. ഈ മൂത്താശാരിമാരിൽ നിന്നാണ് ഞാനും വാസ്തു പഠിച്ചത്. അപ്പോൾ മൂത്താശാരിമാരെ നൽകിയ ഓരോ അറിവും വച്ചു നോക്കുമ്പോൾ ഈ സൗത്ത് ഈസ്റ്റ്, അതായത് തെക്ക് കിഴക്ക് മൂല അടുക്കള പരമപ്രധാനമായ ഒന്നാണെന്ന് പറയാൻ കാരണം അത് അഗ്നിമൂലയാണ്. ഈ അഗ്നിമൂല എന്ന് വിശേഷിപ്പിക്കുന്നതിനെ കാട്ടിയും ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും സൂര്യഭഗവാൻ സഞ്ചരിക്കുമ്പോൾ ശരിക്കുള്ള സൂര്യഭഗവാന്റെ പ്രകാശം, ഒരു സൗരോർജം പാചകത്തിൽ കിട്ടുന്നത് തെക്ക് കിഴക്ക് മൂലയിലാണ്. വടക്ക് കിഴക്ക് മൂലയിലേക്ക് നമ്മൾ അടുക്കള മാറ്റുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമാണ് കിണറിന് സ്ഥാനമുള്ളത്. അപ്പം കിണറുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന അടുക്കള, അവിടെ ഉത്തരായനത്തിലേക്ക് സൂര്യൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ സൗരോർജം അവിടെ കിട്ടുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് തെക്ക് കിഴക്ക് ഭാഗം, വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയുടെ പ്രധാന സ്ഥാനം നൽകിയിരുന്നത്. എന്നാൽ റോഡ് കിഴക്ക് വരുമ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ ശരിക്കു പറയുകയാണെങ്കിൽ അടുക്കളയ്ക്ക് സ്ഥാനമില്ലെന്ന് പറയാം. കാര്യം നമ്മൾ ആൾക്കാർ വന്നു കയറുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ അടുക്കള പണിയുന്നതിൽ ഒരു വൈരുദ്ധ്യാത്മിക പ്രതിഭാസമാണ്. അതുകൊണ്ട് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് മാറ്റി വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് അടുക്കള മാറ്റും. വായുകോണിൽ അടുക്കള പണിയുമ്പോൾ വടക്കോട്ടെന്ന് പറയുമ്പോൾ സാക്ഷാൽ കുബേരനെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം? പാചകം നടത്താം. കുബേരൻ അത് നമ്മുടെ ധനാധിപനാണ്. ആ ധനാധിപനായ കുബേരനെ നോക്കി പാചകം ചെയ്യുക, ഇന്ദ്രനെ നോക്കി പാചകം ചെയ്യുക തുടങ്ങിയ ആ ഒരു അനുഷ്ഠാനങ്ങൾ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പഴയ കാലത്ത് പഴയ മൂത്താശാരിമാർ എങ്ങനെയാണോ വീടുകൾ പണിഞ്ഞിരുന്നത്, അവിടെ ഐശ്വര്യവും അതുപോലെ തന്നെ ലക്ഷ്മീവാസവും നിറഞ്ഞു നിന്നിരുന്നു എന്ന് തന്നെ പറയാം. ആധുനിക കാലം വരുമ്പോൾ പാചകം എങ്ങോട്ടാകാം, തെക്കോട്ടാകാം, പടിഞ്ഞാറോട്ടാകാം എന്നൊക്കെ പറഞ്ഞ് പടിഞ്ഞാറോട്ട് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അടുക്കള പണിഞ്ഞിട്ട് പടിഞ്ഞാറോട്ട് പാചകം ചെയ്യിക്കുന്ന പാർട്ടിക്കാർ വരുന്നുണ്ട്. അന്നം ഇത് വിഷമയമെന്നാണ്
സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി പാചകം ചെയ്യുമ്പോൾ ആ പാചകത്തിൽ വിഷാംശം കലരുമെന്നാണ് കേൾവി. അതുകൊണ്ട് ഒരു കാരണവശാലും പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ പാചകത്തിന് സ്ഥാനമില്ല. വടക്കോട്ട് പാചകം ചെയ്യാം, കിഴക്കോട്ട് പാചകം ചെയ്യുന്നതും ഉത്തമം തന്നെയാണ്. പിന്നെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പഴയ കാലത്ത് കന്യകമാരെ അവിടെ കിടത്താറില്ല. കാര്യം അത് ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ കന്യകമാർ കിടക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം, ഈ കന്യകമാരിൽ അവിടെ ഒരു വസിക്കുന്ന കാർക്കോടകൻ അല്ലെങ്കിൽ അധിവസിക്കുന്ന പൈശാചികത ഇവരിലേക്ക് ആവാഹനം ചെയ്യുമെന്നുള്ളതാണ് സത്യം. അതിന് അമ്മമാർ പറയും അവിടെ കിടന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ദേഹത്ത് ഗന്ധർവൻ കുടികൊള്ളും. ഗന്ധർവൻ കുടികൊള്ളുമ്പോൾ പിന്നെ അവൾക്ക് കല്യാണം വേണ്ടാന്ന് പറയും. അതുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കാർക്കോടക സ്വഭാവമുള്ള നാഗര് വസിക്കുമ്പോൾ പിള്ളേർ കാർക്കോടക സ്വഭാവം കാണിക്കും, ദേഷ്യം, ഭയങ്കര ദേഷ്യമായിരിക്കും. ഒരു കാരണവശാലും ഒരു സൗമ്യത ആ കുട്ടികളിൽ വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റി വടക്ക് പടിഞ്ഞാറേ മൂലയിലെ മുറിയിലേക്ക് മാറ്റും. വടക്ക് പടിഞ്ഞാറ് വായു കോണാണ്. വായു ധാരാളം വരികയും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധി ചൈതന്യം അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന് തെക്ക് കിഴക്ക് ഭാഗം ഉയർന്ന ഭൂമിയായിരിക്കണം. പിന്നെ നമ്മളൊരു വസ്തു വാങ്ങിച്ചു പോയി, അപ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്ന ഭാഗം ഉയർന്നിട്ടില്ല, താഴ്ന്നു പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മന കെട്ടിയതിന് ശേഷം തെക്ക് പടിഞ്ഞാറേ മൂലയിലെടുത്തിട്ട് ആ തെക്ക് പടിഞ്ഞാറേ മൂല ഒരു 3 അടി ഉയർത്തി അവിടെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു പാലുള്ള വൃക്ഷങ്ങൾ, പ്ലാവ്, അതുപോലെ പാല തുടങ്ങിയതെല്ലാം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ദോഷവശങ്ങളൊക്കെ മാറ്റി നമുക്ക് അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഭൂമിയായിരിക്കും അത്.